നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലവട്ടം ആലോചിച്ചതാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യേണ്ടതല്ലേ, എന്നാൽ ചെയ്യണോ? കുറച്ച് കൺഫ്യൂഷൻ ഇലക്ഷന് ശേഷം തോന്നിയിരുന്നു. എന്നിരുന്നാലും പല ജില്ലാ കമ്മിറ്റികളിലെയും അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും നമ്മൾ ഇത് പറയേണ്ട ആവശ്യകത, ഓരോരുത്തരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തുറന്നു പറയേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ട് എന്നൊരു തോന്നലിൻ്റെ പുറത്ത് എന്നാൽ പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്താകും? മറ്റൊരു ത്രിപുരയോ ബംഗാളോ ആവുകയാണോ നമ്മളിവിടെയും? മനസ്സിലാക്കണം, പാർട്ടിയോട് അത്രയും അനുഭാവമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ പൂർണ്ണമായും ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടിക്ക് വലിയൊരു മാറ്റം ഇവിടെ കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. അതിലൂടെ മാത്രമേ, ആ ഒരു മാറ്റത്തിലൂടെ മാത്രമേ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരികെ പിടിക്കുവാനും ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് തിരികെ വരാനും സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിൻ്റെ പുറത്തും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക്, പാർട്ടി പ്രവർത്തകരിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന ഒരു തോന്നലിൻ്റെ പുറത്തുമാണ് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പാർട്ടിയോടുള്ള എൻ്റെ ആഭിമുഖ്യത്തിലും ഒപ്പം എൻ്റെ ഉദ്ദേശശുദ്ധി അത് പൂർണ്ണമായ അർത്ഥത്തിൽ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന റിക്വസ്റ്റോടും കൂടി ഈ വീഡിയോ ചെയ്യുകയാണ്. മനുഷ്യർ വോട്ട് ചെയ്ത് ഒരു സ്ഥാനാർത്ഥി വിജയിച്ചാൽ മാത്രം, അതേപോലെ നമ്മളുടെ ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ മന്ത്രിസഭയുണ്ടാക്കാനോ അതിലൂടെ ജനങ്ങളെ സേവിക്കാനോ സാധിക്കുകയുള്ളൂ. മനുഷ്യർ എങ്ങനെയാണ് ഇലക്ഷന് മുമ്പ് ഒരു തീരുമാനമെടുക്കുന്നത്? നമുക്കറിയാം, ലോകത്തെ മൊത്തം ജനസംഖ്യ എടുത്താൽ 90% വ്യക്തികളും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതടക്കം 90% തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങളിലും അവർ തീരുമാനമെടുക്കുന്നത് ലോജിക്കലായാണോ അതോ വികാരപരമായാണോ? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ കാണാൻ പറ്റും, നമ്മളുടെ ജീവിതത്തിൽ പോലും നമ്മൾ സ്വയം എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും എടുത്തു നോക്കിയാൽ 90% നമ്മളെടുത്ത തീരുമാനങ്ങളും ലോജിക്കലിനേക്കാൾ കൂടുതൽ അത് വികാരപരമായിരുന്നു. തീർച്ചയായിട്ടും മനുഷ്യനൊരു വികാരജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങളിൽ ഭൂരിഭാഗവും അവൻ്റെ വികാരങ്ങൾ പ്രതിഫലിക്കാറുമുണ്ട്. അപ്പോൾ ജനവികാരം നമുക്ക് അനുകൂലമായി പ്രതിഫലിച്ചാൽ മാത്രമേ ഇലക്ഷനിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ റിസൾട്ട്, ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ടിന് വളരെ ഘടകവിരുദ്ധമായ ഒരു റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും പാർട്ടി നടത്തിയ പഠനങ്ങളിലും പാർട്ടിക്കടക്കം പറയാനുണ്ടായിരുന്ന റിസൾട്ട് 5 6 അതിലധികമോ സീറ്റ് വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ നിന്നും കേവലം ഒരു സീറ്റ് മാത്രം വിജയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പിന്നോട്ട് പോയി. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റികളിൽ അടക്കം ഉയർന്നു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അതിനെ കുറച്ചും കൂടെ മാനുഷികവും ശാസ്ത്രീയവുമായ വശത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. മനുഷ്യൻ്റെ മനഃശാസ്ത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായി ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുന്നു, എതിരെ ഒരാൾ നടന്നു വരുന്നു, അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നു. ഒരു പരിചയവുമില്ലാത്ത വ്യക്തിയാണ്, ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നിരുന്നാൽ പോലും ആ ചിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കി തിരിച്ച് ചിരിക്കുക എന്നത് ഒരു മനുഷ്യ സഹജമായ പ്രവൃത്തിയാണ്. നമ്മളിൽ ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരമൊരു സന്ദർഭത്തിൽ എതിരെ വരുന്ന ആളോട് ഇങ്ങനെ ഒരു വട്ടം ചിരിച്ചിട്ടുണ്ടാവാം. മറ്റൊരു സന്ദർഭത്തിൽ ഒരാൾ എതിരെ വരുന്നു, നമ്മളെ കടന്ന് അദ്ദേഹം പോവുകയാണ്, പക്ഷെ നമ്മളുടെ മുഖത്ത് അദ്ദേഹം നോക്കുന്നുണ്ടെങ്കിലും നമ്മളോട് ചിരിക്കുന്നില്ല. ജീവിതത്തിൽ ഒരു പരിചയവുമില്ലാത്തൊരു വ്യക്തി കടന്നു പോകുമ്പോൾ ചിരിക്കണമെന്ന് നമുക്കാർക്കും വാശിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം ചിരിച്ചില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുകയുമില്ല. നമ്മളെ ബാധിക്കാതെ
ഒരു മനുഷ്യൻ നമ്മളെ കടന്നുപോയി, അത്ര തന്നെ. എന്നാൽ എതിരെ വരുന്ന വ്യക്തി ജീവിതത്തിൽ ഒരു പരിചയവുമില്ലാത്ത ആളാണെങ്കിൽ പോലും അയാളുടെ മുഖത്ത് ഒരു ദേഷ്യഭാവമാണ് എങ്കിൽ ഏതൊരു വ്യക്തിക്കും, നമുക്ക് ഓരോരുത്തർക്കും തോന്നാം, ആ ദേഷ്യം നമ്മളോട് കാണിക്കുന്നതാണോ. അപ്പോൾ ഈ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിലും നമ്മളുടെ പ്രതികരണം, ആദ്യത്തെ തവണ അനുഭാവപൂർണ്ണമായിരുന്നു, രണ്ടാമത്തെ തവണ നമ്മൾക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല, നമ്മളെ ബാധിക്കാത്തൊരു കാര്യം, മൂന്നാമത്തെ തവണയിലേക്ക് വരുമ്പോൾ നമ്മളെ എന്തൊക്കെയോ ബാധിച്ചു. ശാരീരികമായി അല്ലെങ്കിൽ പോലും മാനസികമായി നമ്മളെ കുറച്ചത് ബാധിച്ചിട്ടുണ്ട്. ചിരിക്കുന്ന മുഖം, നമ്മുടെ പാർട്ടിക്കുള്ളിലുള്ള ചിരിക്കുന്ന മുഖങ്ങൾ നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ നോക്കും. ആരൊക്കെയാണ്? തോമസ് ഐസക് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖമാണോ ഓർമ്മ വരുന്നത്? കെ ശൈലജ എന്ന പേര് കേൾക്കുമ്പോൾ ചിരിക്കുന്ന മുഖമാണോ ഓർമ്മ വരുന്നത്? ഇനി പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മുഖം എങ്ങനെയുള്ളതാണ്? നിങ്ങൾ സ്വയം ഒന്ന് ഓർത്തു നോക്കുക. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിലെ ഓരോ മനുഷ്യനും അവൻ്റെ മുഖ്യമന്ത്രി അവരെ നോക്കി ചിരിക്കുന്നത് കാണാൻ ഉറപ്പായും ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു ചിരി തീർച്ചയായും അത് ഏത് വ്യക്തിയിൽ നിന്നാണെങ്കിലും ഒരു ചിരി കിട്ടിയാൽ തിരിച്ച് വളരെ അനുഭാവപൂർണ്ണം തന്നെ നമ്മൾ ഓരോരുത്തരും തിരികെ ചിരിക്കും. അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ നമുക്ക് ഓരോരുത്തർക്കും എന്തിനെന്നറിയാതെ ഒരു സന്തോഷം ഏതൊരാൾക്കും കിട്ടുന്നതാണ്. എന്നാൽ ദേഷ്യപ്പെടുന്നൊരു മുഖമാണെങ്കിലോ? ഇത് നമ്മുടെ നേതൃത്വത്തിലുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ മനുഷ്യ മനഃശാസ്ത്രമാണ്. മുന്നിൽ നിൽക്കുന്ന വ്യക്തികളോട് ചിരിക്കുക നമുക്കൊരു നഷ്ടവുമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരു ചിരി നമുക്കൊരു പക്ഷേ പലതും നേടിത്തന്നേക്കാം. ഈ വീഡിയോ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ അവസരങ്ങളിലും അത് ഒന്ന് പ്രതിപാദിക്കാൻ, എങ്ങനെ എന്തൊക്കെ നേട്ടങ്ങൾ അതുണ്ടാക്കുന്നുവെന്ന് പിന്നീട് നോക്കാം. ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ സമൂഹത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ പൊതുവായ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഗവൺമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ പറ്റി അധികം മോശം അഭിപ്രായമൊന്നുമില്ലായിരുന്നു. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഓരോ വർഷവും നമ്മൾ കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. വ്യക്തമായ പ്ലാനുകളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നതിനാൽ മുൻ കാലങ്ങളിൽ കണ്ടിട്ടുള്ള ഏതൊരു ഗവൺമെൻറ്റിനേക്കാളും, അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, കേരളം കണ്ട ഏതു ഗവൺമെൻറ്റിനേക്കാളും വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരും ഇവിടെ നടത്തിയിട്ടുള്ളത്. എടുത്തു പറയാവുന്ന 1-2 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 2 കാര്യങ്ങളാണ് പ്രമുഖമായിട്ടും. ഒന്ന്, പെൻഷൻ. കുറച്ചധികം നമുക്ക് നെഗറ്റീവായി ബാധിച്ചിട്ടുള്ള ഒന്നാണ് പെൻഷൻ്റെ കാര്യം. അതുപോലെ തന്നെ സപ്ലൈകോയും നമ്മളെ കുറച്ചധികം നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. പെൻഷനെ നമ്മൾ വിശദമായി ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കേന്ദ്ര വിഹിതം നമുക്ക് കിട്ടേണ്ടത് കൃത്യമായ രീതിയിൽ കിട്ടുന്നില്ലായിരുന്നു. കേരള വിഹിതം നമ്മൾ കൃത്യമായി കൊടുക്കുന്നുമുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരബദ്ധം കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതം കിട്ടാത്ത കാര്യം ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ഇനിയും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ മറിയക്കുട്ടി ഉണ്ടാക്കിയ ഒരു സാമൂഹിക ആഘാതം, അത് എതിർപക്ഷം വളരെ വിദഗ്ധമായി ഉപയോഗിക്കുകയും ചെയ്തു. ആ സമയത്ത് തീർച്ചയായും ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു കാര്യം. അതായത്, തോമസ് ഐസക് എന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ ധനകാര്യമന്ത്രിയായി ഇല്ലാതെ പോയത് ഈ മന്ത്രിസഭയുടെ ഒരു വലിയ നഷ്ടമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറിയക്കുട്ടിയുടെ ആ പ്രശ്നമുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങിപ്പോകുന്നത് സാഹചര്യമായ ആ ഒരു സമയത്ത് തോമസ് ഐസക് ആയിരുന്നു ധനകാര്യമന്ത്രി എങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമുക്കവിടെ ചെയ്യാമായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്ര വിഹിതം നമുക്ക് കിട്ടുന്നില്ല, കേരള വിഹിതം നമ്മൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരോട് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു,
നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്ന പെൻഷനിൽ കുറച്ച് കുറവുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ വിഹിതം മാത്രമാണ് നമ്മളിപ്പോൾ തരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട വിഹിതം നമുക്ക് തന്നിട്ടില്ല. ഇത് പറയാൻ നമുക്കൊരു അവസരമുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും കേന്ദ്രത്തിന് വിരുദ്ധമായ ഒരു ജനവികാരം ഇവിടെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഒപ്പം തന്നെ പെൻഷൻ മുടങ്ങാതെ കുറച്ചു കാലത്തേക്ക് കൂടെ നമ്മളുടെ വിഹിതം നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതിന് വിപരീതമായി കേന്ദ്രം തരാനുള്ള വിഹിതം കൂടെ നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? പെൻഷൻ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയി. ഒരുപക്ഷെ തോമസ് ഐസക് ആയിരുന്നു ആ സമയത്ത് ധനകാര്യമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇത് ജനങ്ങളെ ഒരുപക്ഷെ അദ്ദേഹം കൃത്യമായി ബോധിപ്പിച്ചേനെ എന്നും കേന്ദ്രത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടൊരു സമരം അദ്ദേഹം നടത്തുമായിരുന്നു എന്നുമാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പെൻഷൻ വാങ്ങിക്കുന്നവരെയും അവരുടെ കുടുംബത്തിലുള്ള ഓരോ വോട്ടും നമ്മുടെ ബോക്സിൽ വീഴാനൊരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാമായിരുന്നു. എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ തരാനുള്ള വിഹിതം തരാത്തതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമുക്കിതുവരെ ഒരു സമരം നടത്താൻ പറ്റിയിട്ടില്ല എന്നത് നമ്മളൊന്ന് സ്വയം ചോദിക്കേണ്ട ചോദ്യമല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറിയക്കുട്ടിയുടെ കേസിൽ നമ്മുടെ സർക്കാർ ചെയ്ത രീതി അത്രയ്ക്ക് ശരിയായോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാമായിരുന്നില്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറിയക്കുട്ടിയുടെ വീട്ടിൽ പോയി അവരെ കാണുകയും അവരെ ചേർത്ത് നിർത്തുകയും പറ്റുമെങ്കിൽ അവർ കൊണ്ടു നടന്ന ആ കറിച്ചട്ടിയിൽ കഞ്ഞിയും കറിയും വെച്ച് അവരുടെ കൂടെ ഒപ്പം ഇരുന്ന് ആഹാരവും കഴിച്ച് അവരുടെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു പത്രസമ്മേളനവും നടത്തി അവരെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ നമുക്കിന്ന് നഷ്ടപ്പെട്ട വോട്ടുകളുടെ സ്ഥാനത്ത് മറിയക്കുട്ടിയെ പോലെയുള്ള 10,000ങ്ങളുടെ വോട്ട് നമുക്ക് അനുകൂലമാക്കി മാറ്റാമായിരുന്നു. നല്ല അവസരങ്ങൾ നമ്മൾ കളഞ്ഞോ എന്നൊരു സംശയം തീർച്ചയായും തോന്നുന്നുണ്ട്. രണ്ടാമത്, LDF നമ്മുടെ പാർട്ടിയെപ്പറ്റി ജനങ്ങളിലുള്ള അഭിപ്രായം ഇലക്ഷന് മുമ്പ് എന്തായിരുന്നു? CPMനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ CPIയിൽ നിന്നും ഒപ്പം തന്നെ CPMൻ്റെ ഓരോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ, വിമർശനങ്ങൾ അനുസരിച്ച് CPMലെ തന്നെ വളരെ ചുരുക്കം ചില പ്രമുഖ നേതാക്കൾ പാർട്ടിയുടെ ഇത്തവണത്തെ ഇലക്ഷനിലെ പ്രകടനത്തിൽ ഇവരുടെ പെരുമാറ്റങ്ങൾ, ഇവരുടെ ശൈലികൾ, ജനങ്ങളോടുള്ള ഇവരുടെ ഇടപെടലുകൾ വളരെ മോശമായി പാർട്ടിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ചിരിക്കുന്ന മുഖങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, ഏതൊരു ജനവും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ചിരിക്കുന്ന മുഖങ്ങളെ മുന്നിൽ നിർത്താൻ നമുക്ക് കഴിയണം. വ്യക്തിപരമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇടപഴകി അവരെ കൂടെ നിർത്താനും അവരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തികമെന്നതിലുപരി മാനസികമായി ഒരു മനുഷ്യനെ മനസ്സിലാക്കി അവൻ്റെ വികാരങ്ങളെ തൊട്ട് കൂടെ നിർത്തി മുന്നിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒട്ടനവധി നേതാക്കന്മാർ നമുക്കിടയിലുണ്ട്. അവരിൽ പലരും ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെട്ടോ എന്നൊരു സംശയം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ തോന്നിയതാണ്. കെ ശൈലജ ടീച്ചർ നല്ലൊരു മുഖമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ. എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിൽ ഒരവസരം കൊടുക്കാതെ അവരെ മാറ്റി നിർത്തിയതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കെ ശൈലജ ടീച്ചർ ചിരിക്കുന്ന മുഖമായിട്ട് പോലും ഇത്തവണ തോൽക്കുകയാണ് ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു, അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു ജനമധ്യത്തിൽ. എന്നാൽ നമുക്കവിടെ തെളിവുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പോലീസ് അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം, ഈ പ്രശ്നത്തിൽ ഒരു തെളിവ് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുക്കാൻ പോലീസ് അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പെൻഷനും സപ്ലൈകോയുടെ പ്രശ്നങ്ങളും പോലെ തന്നെ ഇന്നത്തെ വാർത്തയിലടക്കം മുഖ്യമന്ത്രി അടക്കം ഇന്നിപ്പോൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസിൻ്റെ പ്രവൃത്തികൾ നമ്മളെ, ഗവൺമെൻറ്റിനെ വളരെ മോശമായി ബാധിക്കുന്നുണ്ട്. 108 പേരെ ജോലിയിൽ നിന്ന് പുറത്താക്കുക കൂടി ചെയ്തു. ഇനിയും ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഒരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്? ഉറപ്പായും നമ്മളത് ചിന്തിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇതിനിടയ്ക്കും വളരെ നല്ലൊരു ചിരിക്കുന്ന മുഖം നമ്മൾ കണ്ടു. അദ്ദേഹം വിജയിച്ചു. എന്തുകൊണ്ടാണ് ഇത്രയും പേർ ഒന്നടങ്കം തോറ്റപ്പോൾ ഇദ്ദേഹം മാത്രം വിജയിച്ചത്? ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ചൊരു വലിയ പ്രശ്നമൊന്നും ശൈലജ ടീച്ചർ നേരിട്ട പോലെയുള്ള ഒരു ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ആ മണ്ഡലത്തിൽ ഉണ്ടായില്ല എന്നത് മാത്രമല്ല, ദിവ്യ എസ് അയ്യർ IAS അവരും അവരുടെ ഹസ്ബൻഡും ശബരിനാഥനും ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ, എതിർപക്ഷത്തായിരുന്നിട്ട് കൂടി ഈ വ്യക്തികൾ കെ രാധാകൃഷ്ണൻ എന്ന മുൻ മന്ത്രിയെ എത്രമാത്രം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആദരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന പോസ്റ്റുകളാണ് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടത്. ഇങ്ങനെ ആവാൻ സാധിക്കും, LDFിലെ ഓരോ നേതാവിനും ഇങ്ങനെ ആവാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം നേതാക്കൾ LDFിൽ ഓൾറെഡി ഉണ്ട്. ഇതുപോലെ മനുഷ്യർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരെ, മനുഷ്യവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെയുള്ള നേതാക്കളെ നമുക്ക് അവർക്ക് വേണ്ടി അവരുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ നമുക്ക് വരുന്ന ഇലക്ഷനുകളിലെങ്കിലും ഈ അനുഭവങ്ങൾ മാറ്റിവെച്ച് വളരെ മികച്ചൊരു വിജയവുമായി മുന്നിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെല്ലാം പുരോഗമിച്ച് ഉചിതമായൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. കെ രാധാകൃഷ്ണൻ, KK ശൈലജ, തോമസ് ഐസക് ഇതുപോലെയുള്ള നേതാക്കൾ മനുഷ്യവികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അവരോട് കൃത്യമായി ഇടപഴകാനും ഒപ്പം തന്നെ എതിരായി ഉണ്ടായി വരുന്ന വികാരങ്ങളെ വളരെ ബുദ്ധിപൂർവവും വളരെ അനുഭാവപൂർവവും അത് സ്വന്തം നിലയ്ക്ക് വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമാക്കി മാറ്റാനും കഴിയുന്ന, പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് നേതാക്കളാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരാഗ്രഹം മനസ്സിലുള്ളത് ഇതാണ്: KK ശൈലജയോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ഇവരിൽ ആരെങ്കിലും ഈ 5 ഇയർ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത വരുന്ന ഇലക്ഷനിലും നമുക്ക് വലിയൊരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഒരു തീരുമാനം ഇല്ലെങ്കിൽ അത്തരം ശക്തമായൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഇന്ന് ഏതൊരു മനുഷ്യനും ഒരുപക്ഷെ ഉറപ്പായിരിക്കും അത് ഇന്ത്യയിൽ നിലവിൽ LDFന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ശക്തമായൊരു തീരുമാനമെടുത്ത് നിലവിലെ നേതാക്കളിലൊക്കെ അത്യാവശ്യം വേണ്ടുന്ന അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് പുതിയ നേതാക്കളെ മന്ത്രിസഭയുടെ തലപ്പത്തേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള സ്ഥാനങ്ങളിൽ വ്യക്തമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖങ്ങളെ വെച്ചുകൊടുത്തുകൊണ്ട് ജനവികാരം ഒപ്പം നിർത്തിക്കൊണ്ട് അടുത്ത ഇലക്ഷനിലേക്ക് പോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഇനിയും ഒരു തുടർഭരണം കേരളത്തിൽ ഒരുപക്ഷെ നമുക്ക് നിസ്സാരമായി നേടിയെടുക്കാൻ പറ്റിയേക്കാം. അതല്ലെങ്കിൽ തന്നെ ഇത്രയും കരുത്തുറ്റൊരു തീരുമാനം പാർട്ടി എടുത്താൽ ഏകദേശം 50% ഒരു സാധ്യത നമുക്കവിടെ തുറന്നു കിട്ടുകയാണ്. കാരണം അതൊരു ഹീറോയിസം ആയിരിക്കും. ജനങ്ങൾ എന്തായാലും കൂടെ നിൽക്കും. ഇഷ്ടപ്പെടുന്ന മുഖങ്ങൾ, ചിരിക്കുന്ന മുഖങ്ങൾ 10 ദിവസം തുടർച്ചയായി കാണട്ടെ. ഇന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ജനങ്ങൾ നമുക്ക് മുഖം തരാൻ തുടങ്ങും, നമ്മളോടൊപ്പം ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കാൻ തുടങ്ങും. ഈ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. നല്ലൊരു തീരുമാനം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഓരോ ജില്ലാ കമ്മിറ്റികളിലും ഉണ്ടായ വിമർശനങ്ങൾ പാർട്ടി ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി ഒപ്പം കേരളത്തിലെ ജനങ്ങളുടെ നല്ല ജീവിത സാഹചര്യങ്ങൾക്കും മെച്ചപ്പെട്ട സേവനത്തിനും വേണ്ടി ഈ പാർട്ടി തുടർന്നും ഭരണത്തിലുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.